IIT ആൻഡ് NIT രണ്ടും ക്രാക്ക് ചെയ്ത ഒരാളാണ്. HOD സ്പെഷ്യൽ പെർമിഷനോട് കൂടി അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ആത്മാർത്ഥത കൂടുള്ളൂ. എല്ലാരും ലാസ്റ്റ് ടൈമിൽ നല്ലോണം ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം കുറച്ച് ആഘോഷിച്ച. ഞാൻ കുറച്ച് ക്യാമ്പിനൊക്കെ പോയി 2 കൊല്ലം ഞാൻ നീറ്റ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞാണ്. അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കും ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് ഈ കൊല്ലം കൂടി പോയാൽ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ 3rd ഇയറാ തുടങ്ങി. ഇപ്പം ലാബ് പ്രൊജക്ട് സെമീന് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടാം. സോ ഇന്നത്തെ സ്റ്റോറിയിൽ നമ്മളെ കൂടെ ഉള്ളത് ഷാമിലയാണ്. ബോത്ത് IIT ആൻഡ് NIT രണ്ടും ക്രാക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഷാമിലയുടെ സ്റ്റോറി കേൾക്കാം. ഇപ്പോൾ NITയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NIT ട്രിച്ചിയിലെ വിശേഷങ്ങളൊക്കെയാണ് പറയാനായിട്ട് വന്നിരുന്നത്. സോ വെൽക്കം. അപ്പോൾ NIT ട്രിച്ചിയിൽ എങ്ങനെ അക്കാദമിക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ഫസ്റ്റ് സെമിസ്റ്റർ ഒക്കെ കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊവിഡൻസ് കോളേജിൽ നിന്ന് NITയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ട്രാൻസിഷൻ? വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഫാക്കൽറ്റീസ് ഒക്കെ നല്ലതാണ്, പ്രൊഫസേഴ്സൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത്. നമ്മളെ ഭാഗത്തൊന്നും ചെയ്യാതെ ചെയ്താൽ മതി. എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പ്രൊജക്റ്റുകളൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രൊജക്ട് സെക്കൻഡ് ഇയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നീ അന്ന് കോണ്ടാക്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ NIT ട്രിച്ചിയിലാണുള്ളത്. അറ്റ് ദ സെയിം ടൈം IIT മണ്ടിയാണ് കിട്ടിയിരുന്നത് അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കിയപ്പോൾ NIT ട്രിച്ചി ടോപ്പ് NITയിൽ പെട്ടൊരു NIT ആണ് അല്ലേ? അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? NIT ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട്? ക്യാമ്പസുകളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വലിയ ക്യാമ്പസാണ്. ഇതിപ്പം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ ഹോസ്റ്റലും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസുള്ള ഹോസ്റ്റലും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഫിസിക്സ്. പോക്കുവരവിനൊക്കെ എന്താ ചെയ്യുന്നത്? സൈക്കിൾ പഠിച്ചോ? ബസ് ഉണ്ട്, രാവിലെ ഉച്ചക്കൊക്കെ ബസ് ഉണ്ട്. ഞാൻ ഈ ഒരു കാര്യം കുറെ ആളുകളോട് പറഞ്ഞിട്ട് അവരെല്ലാവരും എന്നെ കളിയാക്കിയായിരുന്നു. ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ ബസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ ഒരു 8:30 ക്ലാസ് ആണെങ്കിൽ ഹോസ്റ്റലിന് മുമ്പിൽ ഒരു 8:20 ബസ് വന്നിട്ട് 8:25 ആകുമ്പോഴത്തേനും ബസ് എടുത്തിട്ട് അങ്ങനെ പോകും. ഉച്ചക്ക് 12:30 തിരിച്ച് ക്ലാസ് ടൈമിംഗ് ഒക്കെ എങ്ങനെ? സ്ലോട്ട് വൈസ് ആണോ അതോ? അത് മോർണിംഗ് 4, ആഫ്റ്റർനൂൺ 4 ഉണ്ട്. അതിൽ പ്രൊഫസേഴ്സിന്റെ ഒഴിവനുസരിച്ചും അതേപോലെ ക്ലാസ് റൂംസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടുമോ? ഇങ്ങനെ വീക്ക്ലി അപ്ഡേറ്റ് വരില്ലാണോ അതോ? ഞങ്ങൾക്ക് ഓൾറെഡി ഒരു സെമ്മിനുള്ള ടൈം ടേബിൾ ആദ്യം ഒരു സെമിസ്റ്ററിന്റെ ആദ്യം അലോട്ട് ചെയ്ത് തരും. അപ്പോൾ അതിൽ ഒരു 9 to 5 സിസ്റ്റം മീൻസ് അങ്ങനെയല്ലല്ലോ ഉള്ളത്. പകരം മോർണിംഗ് 8:30 to 12:30, ആഫ്റ്റർനൂൺ 1:30 to അതൊരു 5:30 വരെ. അതിൽ കണ്ടിന്യൂസ് ക്ലാസ്സുകളാണോ? ഫ്രീ ടൈമുകളൊക്കെ? ചില ദിവസം മോർണിംഗ് ക്ലാസ് ഉണ്ടാവില്ല, ചില ദിവസം മോർണിംഗ് ലാബ് ആയിരിക്കും. എക്സാം കഴിഞ്ഞോ? ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രശ്നമല്ല. ഇന്റേണലൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടിച്ചെങ്കിലും സെമ്മിന് ഒരു നമ്മളെ പാസ്സാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട്. ഇപ്പോൾ സെമ്മിൽ ഇപ്പോൾ 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എൻഡ് സെമ്മിന് 15 മേടിക്കണം എന്നുണ്ട് നിർബന്ധമായിട്ട്, നല്ല പാസ്സുള്ളൂ. അപ്പോൾ ഒരു 15 മാർക്കിനുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ ഒരു ചോദിച്ചിട്ടുണ്ടാവും. പൊതുവെ അക്കാദമിക്സ് അപ്പോൾ വലിയ കുഴപ്പമില്ല, ടൈറ്റ് അല്ല. നമുക്ക് ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റായി തോന്നിയാലും സെം എക്സാമിന്റെ സമയത്ത് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ NIT ട്രിച്ചി ഓവറോൾ ഗുഡ് അല്ലേ? അക്കാദമിക്സ് ആംബിയൻസ് ആയാലും ബാക്കിയുള്ള ഇല്ല. ഓക്കെ, ഫൈൻ. പിന്നെ പ്രൊവിഡൻസ് എന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഇൻറ്റൻസീവായിട്ട് നോക്കിയ ഒരാളാണ് ഷാമില അല്ലേ? ഫിസിക്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ എന്തൊക്കെ മെയിൻ സ്ട്രഗ്ലിങ്സ് എന്തൊക്കെ വന്നിരുന്നത്? എനിക്ക് ഓർമ്മയുണ്ട് നീ ഒരോട്ടം വിളിച്ച് എന്നെ ലാബിൽ നിന്ന് പുറത്താക്കാൻ പോകാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. റെക്കോർഡുകൾ എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ലാസ്റ്റിക്ക് ക്ലാസ് കയറാതിരുന്നു ജാമിന് പഠിക്കാനെന്ന് പറഞ്ഞിട്ട്. അപ്പം ലാബിനൊക്കെ പോവാതെ അതേപോലെ റെക്കോർഡ് ചെയ്താതെ നിന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ പറയുക, ഇനി അടുത്ത ക്ലാസ്സിന് ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് കയറിയാൽ മതി അങ്ങനത്തെ. പിന്നെ ഹോസ്റ്റലേഴ്സാണ്. അപ്പം ഒരു ഫോം വാങ്ങി വെക്കും 10 മണിക്ക്. അപ്പം HOD സ്പെഷ്യൽ പെർമിഷനോട് കൂടി ജാമിന് പഠിക്കാം. അങ്ങനെ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ആത്മാർത്ഥത കൂടുള്ളൂ. നമുക്ക് പെർമിഷൻ, അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കുറെ ആളുകളോട് പറയേണ്ടി വന്നു ജാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? യെസ്.
നീ എങ്ങനെയായിരുന്നു ട്രിസിനെ കുറിച്ച് ആദ്യം അറിഞ്ഞത്? നമ്മൾ അന്നത്തെ സെഷനിലായിരുന്നു അതോ എനിക്ക് ഇത് യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ് കൊടുത്തിട്ടില്ല ആദ്യം അതിലൂടെ. അപ്പം പിന്നെ ആ ക്ലാസ്സിന് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ മീൻസ് നിങ്ങളെ സീനിയേഴ്സൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ജാമിൻ്റെ കോച്ചിങ്ങിന് കയറാൻ പോയി. അപ്പം ഓര് കഴിഞ്ഞിട്ട് പിന്നത്തെ ബാച്ചിന് ഞാൻ 3rd ഇയർ ചേർന്നത്, അങ്ങനെ ഞാൻ ചേർന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ അവസാന സമയങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു നീ അല്ലേ? നമ്മളെ എക്സാം അടുപ്പിച്ച സമയങ്ങളിലൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് വന്നതൊക്കെ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും ലാസ്റ്റ് ടൈമിൽ നല്ല ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം കുറച്ച് ആഘോഷിച്ച. ഞാൻ കുറച്ച് ക്യാമ്പിനൊക്കെ പോയി. അത് ഈ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു ഇത് ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയി. ബട്ട് സ്റ്റിൽ ഒരു ഗുഡ് റാങ്ക് സേഫ് ആക്കി. എന്തൊക്കെ തന്നെ വന്നാലും അഡ്മിഷൻ സേഫ് ആക്കി. പറഞ്ഞില്ലേ ഇതിപ്പോ 2 കൊല്ലം ഞാൻ നീറ്റ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞാണ്. അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കും ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് ഈ കൊല്ലം കൂടി പോയാ. ഈ ഒരു കമന്റ് എങ്ങനെയായിരുന്നു IIT വിട്ട് NIT-യിലേക്ക് വന്നപ്പോൾ? കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടില്ല IIT വിട്ടതാണ്. ഇപ്പൊ കോളേജിലെ ടീച്ചേഴ്സ് അറിഞ്ഞപ്പോൾ കുറച്ച് ചീത്തറിന്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മണ്ടിയുടെ തണുപ്പ് പറ്റൂല പോകാതിരിക്കണമെന്നുള്ളത്. പിന്നെ ടോപ്പ് NIT ആണ്. പിന്നെ ചെറിയൊരു വെച്ച് കാലിക്കറ്റ് ഉണ്ടായപ്പോൾ അവിടെ പോയിക്കൂടുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ട്രിച്ചി നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും അല്ലേ ഔട്ട്സൈഡ് ദ കേരള പോണ സമയത്തൊക്കെ? കുറെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, നല്ലതാ. ലാംഗ്വേജ് ശരിയാവും. പിന്നെ ഈ നോർത്തിൽ നിന്ന് വരുന്നവരൊക്കെ പറഞ്ഞത് അവർക്ക് ഫിസിക്സിൽ നമ്മളെക്കാട്ടും കൂടുതൽ അറിവായിരിക്കും. അവരങ്ങനെ സിലബസ് മാറ്റുണ്ടാവും. ഇപ്പൊ പറയുന്നേക്കാം ബംഗാളീസിന് ഇലക്ട്രോണിക്സ് നല്ലോണം അറിയാം. അപ്പോൾ ഒരേന്നൊക്കെ നമുക്ക് വേണ്ടത് കിട്ടും. അങ്ങനെ കുറേ ഒരു മിക്സഡ് കൾച്ചറിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സെലിബ്രേഷൻസും എല്ലാ സെലിബ്രേഷൻസും. ഇപ്പൊ ഏതെങ്കിലും ഫെസ്റ്റോ ഇതോ ഇവന്റോ ഒക്കെ കഴിഞ്ഞോ കോളേജിൽ? സെപ്റ്റംബർ കഴിഞ്ഞു. ഞാൻ പോയി, മിസ്സായി. ഞാൻ റൂമില്. ഓക്കെ. പൊതുവേ IIT NIT-യിൽ എല്ലാവരും എനിക്ക് കൊണ്ടത് ഫെസ്റ്റുകളൊക്കെ ആഘോഷിക്കാനാണ് ഉണ്ടാവാറുള്ളത്. NIT ഫെസ്റ്റ് വരുന്നുണ്ട്, കുറച്ച് പരിപാടിയൊക്കെ. ഓക്കെ ഓക്കെ. ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണ എൻ്റെ കുറേ ജൂനിയേഴ്സും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ നോർമൽ നീ പഠിച്ച കോളേജിൽ നിന്നൊക്കെ ഉള്ള. അപ്പൊ അവരോടൊക്കെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നിന്റെ ഈ ഒരു ജേണിയിൽ നിന്ന് എനിക്ക് എന്താ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ബേസ് കറക്റ്റ് ആയാൽ തന്നെ ഒരുവിധം എനിക്ക് തോന്നി. ഞാൻ നീറ്റ് ഇപ്പോൾ 2 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഫിസിക്സ് ഇത് മറ്റേ എന്താ പറയുക മെക്കാനിക്സ്, പിന്നെ കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റ് ഉണ്ടേനി. അതങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അന്നേ ബേസ് കറക്റ്റ് ആയതുകൊണ്ട് ഇത് ജാമിന് എത്തിയപ്പം ആ ബേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒപ്റ്റിക്സ് അതൊക്കെ. അപ്പോൾ ആ ബേസ് കറക്റ്റ് ആയാൽ തന്നെ പിന്നെ ഒരുവിധം നമുക്കിത് പിടിച്ചെടുക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം പഠിക്കുമ്പം എന്താ ഇപ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ അതിൽ ഓരോ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം ചില ആംഗിളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് ഏത് തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന് അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ആംഗിൾ ഒരു 30 എന്ന് തന്നു പഠിച്ചാൽ അത് ഏത് ആംഗിളാണ് തന്നു ഒരു നോക്കില്ല. ഇപ്പോൾ ഒരു നോർമലും ഇപ്പോൾ ഇൻസിഡൻ്റ് തമ്മിലുള്ള ആംഗിളായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത്. നമുക്ക് ആ പ്ലെയിനും ഇൻസിഡൻ്റ് ഉള്ള ആംഗിളായിരിക്കും വേണ്ടി. ഒരു 30 എന്ന് കാണുമ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതില്ല. അപ്പം അതൊക്കെ കറക്റ്റായി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പം പലപ്പോഴും ജാമിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ലോങ് ലെങ്തി ഡെറിവേഷൻസ് ഒന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇക്വേഷൻ അറിയണം, പ്ലസ് ആ ഇക്വേഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. പിന്നെ എല്ലാത്തിനും ചെയ്യുന്നില്ല. ചിലത് നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാം, ചില ഇക്വേഷൻസ് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചെയ്യാം. ഞങ്ങൾക്ക് പഠിച്ചെന്തായാലും NIT സെക്യൂർ വെറുതെ ആവില്ല. അതാ പലർക്കും പേടിയാണ് എന്ന് വെച്ചാൽ നടക്കോ ഇല്ല. ഞാനിപ്പോ ആകെ എഴുതിയത് ജാം എഴുതി, പിന്നെ AMUവിന്റെ എൻട്രൻസ് എഴുതി, പിന്നെ റിസൾട്ട് എഴുതി. അതിലും KMU കിട്ടി, ജാം കിട്ടി. പിന്നെ ജാമിന്റെ മറ്റേ കൊടുക്കുന്നതിന് മുമ്പേ ജാമിന്റെ റിസൾട്ട് വന്നു. പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നു. അപ്പൊ സേഫ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന സമയമല്ലേ? നമ്മളെ ക്ലാസ്സിൽ ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ ബാക്കി എല്ലാത്തിനും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് കഴിഞ്ഞ് അടുത്ത വേം വരും. ഇപ്പൊ ഒന്നിന് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അടുത്തതിനും പഠിക്കാം. ഇതിപ്പോ സിലബസ് ഒരുവിധ സെയിം ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന ഇത് മാറ്റുണ്ടാവുമല്ലോ ബാക്കിയുള്ള ഇതിനൊക്കെ. ഇപ്പോൾ ഓവറോൾ ആയിട്ട് ഷാമിലേക്ക് ഇപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ BSc-യിൽ ഏത് ഇയർ മുതലാണ് പ്രിഫറബിളി നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട്
അതേപോലെ തന്നെ സേഫ് റാങ്കിലേക്ക് പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണ് അല്ലെ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്, അങ്ങനത്തെ ഒരാളുകൾക്ക് എപ്പോൾ തുടങ്ങണതാണ് നല്ലത്? കാരണം അത് എപ്പോൾ തുടങ്ങണം, ഏതാണ് റൈറ്റ് ടൈം എന്നുള്ളത് പലർക്കും സംശയങ്ങളുണ്ട്. ഫസ്റ്റ് ഇയറേ തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ ഞാൻ തേർഡ് ഇയറാണ് തുടങ്ങി. അപ്പം ലാബ്, പ്രൊജക്റ്റ്, സെമിനാർ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം ആദ്യം നമ്മൾ തുടങ്ങിയാൽ ആദ്യം നമ്മളെ തിയറി ഭാഗങ്ങളൊക്കെ ശരിക്കും വെച്ച് പോയാൽ ലാസ്റ്റ് ടൈമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്താൽ, ഇതിപ്പോൾ എത്ര തിയറി പഠിച്ചാലും ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ഇത്ര ടൈമിനനുസരിച്ച് ചെയ്യുക, നെഗറ്റീവ് വരാതെ നോക്കുക, അതൊക്കെയാണല്ലോ മെയിനായിട്ട്. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ഇയറേ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ലാസ്റ്റ് നമുക്ക് ഒഴിവുള്ള ഇപ്പം നമ്മൾ വേറെ എന്ത് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തത് ചെയ്യുക, അങ്ങനെ നമ്മൾ ഫ്രീ ടൈമിൽ അങ്ങനെ ഒരു ഈസി ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോവുകയാണെങ്കിൽ സുഖമായിട്ട് പോകും. അപ്പോൾ ആ രൂപത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ജേണി തന്നെയാണ് ഇപ്പോൾ ഷാമിലും പറഞ്ഞിട്ടുള്ളത്. കാരണം ഷാമില ആ ഒരു സംഭവങ്ങൾ മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് ക്രാക്ക് ചെയ്ത ഒരാളാണ്. കാരണം ജാമിന് വേണ്ടി പ്രിഫറൻസ് കൊടുത്ത സമയത്ത് ഇപ്പം യൂണിവേഴ്സിറ്റി കാര്യങ്ങളും മറ്റതൊക്കെ ബാലൻസ്ഡ് ആയി പോയി, എന്നിട്ട് നല്ല റാങ്കിലേക്ക് എത്തി. NIT അറ്റ് ദ സെയിം ടൈം IIT രണ്ടും കിട്ടിയ ഒരാളാണ്. എനിവേ ഏറ്റവും അടിപൊളിയായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ആഫ്റ്റർ ദ NIT വരട്ടെ. NIT ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അല്ലേ, വെറൈറ്റീസ് ഉള്ള. അപ്പോൾ നമുക്കിനി അവിടുന്ന് അങ്ങോട്ട് ഭാവിയിലേക്ക് ഏറ്റവും അടിപൊളിയായിട്ട് വരട്ടെ. എനിവേ താങ്ക്സ്.